എന്തുമാത്രം വെള്ളമുണ്ട് വീട്ടിൽ? സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ആണോ? വാ വാ നമുക്ക് പോയിട്ട് വരാം. ശ്രീകുമാറിന്റെ മൂത്തവനാണ്. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഹായ് ഫ്രണ്ട്സ്, പാപ്പയാണ്. അപ്പം ഞങ്ങളിത് കൂട് വെക്കാൻ പോവാ. ഇന്ന് നമ്മുടെ മെയിൻ ടീമുണ്ട് കേട്ടോ. കുഞ്ഞിയുണ്ട്. ഒരു ഹായ് കൊടുത്തോ കുഞ്ഞി. എവിടെ പോവാ നമ്മൾ കൂട് വെക്കാൻ പോവല്ലോ. ശരിയല്ല, പരിപാടിയൊന്നുമില്ല, ഷർട്ടൊന്നും ഇല്ലാതെ കൂട് വെക്കാൻ പോവാ. കുഞ്ഞിയെ കുടക്കകത്ത് കയറുകയാണെന്നാണോ? അല്ലെങ്കിൽ അപ്പാപ്പി കൊണ്ടുവരത്തില്ല ഇനി കൂട് വെക്കാൻ നേരത്ത്? ആണോ? പിന്നെ നിന്റെ അച്ചാച്ചി നിന്നെ കൊണ്ടുപോവാ മീൻ പിടിക്കാനായിട്ട്? പിന്നെ നിന്നെ കൊണ്ടുപോണേ ആരാ? ആ പറഞ്ഞ കുടക്കകത്ത് കയറുകയാണെന്നാണോ? എന്നാലേ ഞാൻ കൊണ്ടുപോകത്തുള്ളു. ഇത് നമ്മുടെ പുഷ്പാണിന്റെ വള്ളമാണ് കേട്ടോ. വീട്ടിലെ അണ്ണാ ഉടക്കോല വല്ലതും ഉണ്ടായിരുന്നു? ആണോ ഉടക്കോല? ഇന്നിപ്പോ ഉടക്കോല എല്ലാവർക്കും ഒന്നും രണ്ടും വീതമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അങ്ങേറ്റം വേണുമാവന് ഒരു 6 കാര് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചു വരുമ്പം അത് വെട്ടിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉടക്കോല കിട്ടി, 6 കാര് കിട്ടിയെന്ന് പറഞ്ഞു വേണുമാവൻ. ഇത് ഉടക്കോല എല്ലാ വീടിൻ്റെ ഭാഗത്തിലും കിടപ്പുണ്ട്. ഇതിനകത്തും 2-3 കാര് വീതമൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പ്രമോ എന്താ ആരാടാ? ശ്രീകുമാറിന്റെ മോള്. നല്ല മഴയുണ്ട് കേട്ടോ. മോട്ടർ ഓടിക്കുവാണ്. കൊച്ചുകാനല്ല. വാ വാ വാ, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിൽക്കാവാ, ഞാൻ പൊക്കേറ്റും വരാം. നീ ശകലം നനഞ്ഞ അവളെ നനയ്ക്കല്ലേ കേട്ടോ. കുഞ്ഞു നനയല്ലേ? കുഞ്ഞിപ്പെണ്ണ അപ്പാപ്പി ഇറങ്ങട്ടെ. മീൻ കിട്ടുവാ നമുക്ക് മീൻ കിട്ടുവാ. ആ നമ്മുടെ കൂട് 2 എണ്ണം ഇരിക്കുന്നില്ല അവിടെ കേട്ടോ. അപ്പൊ നമ്മൾ കൂട് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാം. നല്ല മഴയുണ്ട്. ഒരനക്കവും ഇല്ല. മോനിക്ക് കാരണം കൂട് മുങ്ങിപ്പോയതിൻ്റെ അതെ. നല്ല കാര്യമാണ്, നമ്മൾ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ കളയും. അതാണ് ഇവിടുത്തെ ഒരമ്മയുണ്ട് കേട്ടോ. അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. നമുക്കില്ലെങ്കിൽ അപ്പുറം ഒരു കൂടുണ്ട്. നല്ല മഴയായിരുന്നു. കുഞ്ഞിനെ കൊണ്ടുവരണ്ടായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. പക്ഷെ അവള് ഭയങ്കര സങ്കടമാണ്, നമ്മൾ കൊണ്ടുപോകുന്നില്ലേ.
നീന്തിട്ട് കേറുന്നില്ല, ഭയങ്കര. ഇതിൻ്റെ അകത്ത് എന്തോ ചെമ്പല്ലിയാ എന്തോ ചത്ത് കിടപ്പുണ്ട്, കണ്ട ചെമ്പല്ലി ചത്ത് കിടപ്പുണ്ട്, ഇത് കാര്യം ചത്ത് കിടപ്പുണ്ട്. നമ്മളെ ഈ സ്കൂള് മുങ്ങിപ്പോയാലുള്ള കുഴപ്പം ഇതാ. ചെമ്പല്ലി, രണ്ട് ചെമ്പല്ലിയും കാരിയും. ചെമ്പല്ലിയുണ്ട്, കാര്യമുണ്ട്. അതാണ് അയ്യോ. ഞങ്ങൾക്ക് ഒരു ചെമ്പല്ലി ഉണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് താൽക്കാലികമായിട്ട് പെട്ടെന്ന് പണിതെടുത്ത കൂടാട്ടോ. കൂടിന് കുഴപ്പമൊന്നുമില്ല, മീൻ കയറിയാൽ മീൻ ഇറങ്ങിപ്പോത്തൊന്നുമില്ല. ശകലം നമ്മുടെ ഈ ചെറിയ ചെറിയ മീനുകളെയൊക്കെ പിടിക്കാനൊക്കെ ഇത് നല്ലതാണ്. കാരണം ഇത് ഒരു സീസണേ ഇത് കൊള്ളത്തുള്ളൂ. രണ്ടാമത്തെ വർഷം ഈ കൂട് കൊള്ളത്തില്ല. ഈ കൂട് ഇത് നൂൽക്കമ്പി ആയതുകൊണ്ട് ഈ കൂട് ദ്രവിച്ചു പോകും. ഒരു സീസണാണെങ്കിൽ ഈ കൂട് എളുപ്പം പരിപാടിയാണ്. വലിയ ബലമില്ല. വലിയ മീനൊക്കെ ഈ നമ്മൾ ഒരുപാട് ബലം പിടിച്ചു കഴിഞ്ഞാൽ ഈ കൂട് വളഞ്ഞ് നമുക്കത് ഒരുപാട് ബലം പിടിക്കാൻ കൊള്ളത്തില്ല ഈ കൂട്. എന്തെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ തന്നെ ചത്തു പോകും. ഇതാണ് നമ്മുടെ കാടി എന്താണെന്നുണ്ടായിരുന്നു, നമുക്ക് ഇടിച്ച് കാല്. ഇതാണ് നമ്മുടെ കൂട്. ഇതുണ്ട്, ഇതിൻ്റെ അകത്തും കാണാൻ പറ്റുമോ അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്തും കാരി ചെമ്പല്ലി ഉണ്ട്, അപ്പം അതും ചത്ത്. കൂട് താന്ന് നിൽക്കുന്നതുകൊണ്ട. ഇന്നലെ നമുക്ക് ഈ കൂടിലും അവിടെ ഇരിക്കുന്ന ആ കൂടിലും നമുക്ക് കിലോപ്പൊക്കെ ഇരിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും അനങ്ങ കണ്ടില്ല. ഒരു വരാനുണ്ട്, പാവം വരാനുണ്ട് കേട്ടോ. ഒരു വരാനും കുറെ കിലോപ്പൊക്കെ. നമ്മുടെ ഈ കൂടും എലി വെട്ടിയിട്ടിരിക്കുക, കണ്ട എലി വെട്ടിയിട്ടിരിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലും ഉള്ള ഇതിൻ്റെ പൊടിയൊക്കെ കിടന്നിരിക്കുന്നു കേട്ടോ. പൊടിയൊക്കെ കിടന്നിരിക്കുന്നതല്ലാതെ ഫിലോപ്പിയും ഒരു കച്ചറ.
ഇത് എന്ത് മീനാണെന്ന് നമുക്കറിയാൻ മേല കേട്ടോ. അല്ല ഇത് മറ്റേ ഈ പൂമീൻ്റെ ഒരു മോഡലാണ്. ഇത് പൂമീൻ്റെ ഒരു മോഡലാണ്. ഇത് എന്ത് മീനാണെന്ന് അറിയാൻ മേല. അപ്പൊ ഈ മീനെ കുറിച്ച് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ജീവനോടെ കിടക്കും അവിടെ. ജീവനോടെയാണ് കൊണ്ട് കാണിച്ചത്. അത് ചക്കര, അതാണ് അതിലെ ചക്ക തൂങ്ങി വന്നത്. ഇത് മീനണ്ട എങ്ങനെയുണ്ട്? അപ്പൊ ഈ ചെറുതെല്ലാം പെറുക്കി കളഞ്ഞച്ചും വരാം കേട്ടാ. ഒരു വരാനുണ്ടായിരുന്നു. അയ്യോ ചക്കറ് പേടിച്ചാണോ? അതെ, അവളുടെ മേത്തോട്ട് ആ ഇത് വെള്ളം അവളുടെ കാര്യം ഒന്നും കൊള്ളത്തില്ല അല്ലടാ. ഇത് പോയപ്പോ ആ ചെമ്പല്ലിയും വേണ്ട. നാളെ സുഖം അപ്പോൾ അപ്പാപ്പിയുടെ വീഡിയോ നമ്മളെ കൂട് വെച്ചുള്ള മീൻപിടുത്തം കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. അപ്പം നമുക്ക് മൊത്തം കിട്ടിയ മീനാണ് ഇപ്പം കണ്ടത്. അപ്പം അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ 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 ബൈ. ഓ ഇത് നമ്മൾ നട്ടത് അത് കരിയും. ഇത് നമ്മൾ ഇത്ര മീൻ നമ്മൾ എത്ര മീൻ നമ്മൾ എടുത്തു. വാനാലും ചെമ്പല്ലി ഒരു കാര്യം. ബാക്കി ഇതല്ലേ കുഞ്ഞു സിലോപ്പി. ഇത് തന്നെ കുഞ്ഞു സിലോപ്പി. അത് നമ്മളെ പ്രമോദ് ഇവിടെ നിന്ന് വീശിയ അവൻ വീശിയാണ് ഇത്. അപ്പോൾ അവർക്ക് ഇതിൽ അകത്ത് ഒരു കുഴിയുണ്ട് പാടത്തിൻ്റെ അകത്ത് തന്നെ. അവരുടെ കുഴിയിലിടാനായിട്ട് അല്ല, ഇത് കുഴിയിടാനല്ല പ്രമോദ്, അവരുടെ കുഴിയിലിടാനായിട്ട്. അവരുടെ കുഴിയായിട്ട് ആ കുഴിയിലിടാനായിട്ടാ ഇപ്പം ആ കിലോക്ക് കുഞ്ഞ്. അത് നമ്മളിപ്പോൾ അവന് കൊടുത്തു. നമുക്ക് കരക്കൊള്ള മീനായി. നമ്മൾ കരക്കൊള്ള നമ്മൾ എടുത്തു കേട്ടോ.
നമ്മള് കറിക്കൊള്ള എടുത്തു, അത് മതിയല്ലോ. ചോദിക്ക നനഞ്ഞല്ലോ. ഏടി അതെന്താ കൂട് വെക്കാമോ? അപ്പൊ നമുക്ക് കിട്ടിയ മീനില്ല കേട്ടോ. അപ്പം കൊടേ നോക്കാൻ പിടിച്ചേ. ഇത് മൂന്നെണ്ണം എന്താ നീ മൊത്തം നനഞ്ഞ് നിൽക്കുമല്ലേ? എന്തുവാ കൊച്ചേച്ച് നനപ്പിച്ചാണോ? കൊച്ചേച്ചാണോ നിന്നെ നനച്ചേ? ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പൊ ഞാൻ കൂട് വെക്കാൻ വന്നപ്പോഴേ നമ്മളെ പുഷ്പാണനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ പുഷ്പാണൻ കൂട് വെക്കുന്നതെന്ന് കാണാം. അപ്പൊ അന്ന് എത്ര കൂടുണ്ടോ മൊത്തം? 4 2 കൂടാ. ഇനി നമുക്കൊരു 2 കൂടുകൾ പൊക്കാനുണ്ട് കേട്ടോ. ഇത് കണ്ട എയർ ഹോളിൽ അങ്ങനെ പൊക്കി കെട്ടി വെക്കും. അപ്പം കാരി എന്നാലും വന്നാലും വന്ന് വെള്ളം എടുക്കുമെന്ന് തോന്നും. കാരി ചത്തുപോകത്തില്ല, ചേർന്നത് ചത്തുപോകത്തില്ല. കണ്ട നമ്മുടെ കൂട്ടി കാരി കാണാൻ പറ്റിയില്ല. കാരി കണ്ടോ? അന്നെന്താ ഇങ്ങനെ നമുക്ക് കാരി മേളി വന്ന് വെള്ളം എടുക്കാനായിട്ട് ഇങ്ങനെ എയർ ഹോളൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കാരി മേളി വന്ന് എയർ എടുത്തോളൂ, ചാകത്തില്ല. നമ്മൾ കൂട് വെള്ളത്തിൻ്റെ അടിയിലും ആ കൂട് എലി വെട്ടത്തുമില്ല. എലി വെട്ടുവാണെങ്കിൽ ഈ ഇരുത്തേലെ എലി വെട്ടത്തുള്ളൂ. എന്നാൽ കാരി ഉടക്കോല കണ്ടായിരുന്നു പറഞ്ഞോ? അല്ല 5-6 ദിവസത്തേക്ക് തീരുവാ മഴയാന്ന് പറഞ്ഞു കേട്ടാ. 5-6 ദിവസത്തേക്ക് ഭയങ്കര മഴയാണ്. വിഷാമോ ഉണ്ടോ? ഇല്ല എടുക്കുക. അങ്ങ് അറ്റത്തെ കൂട് അനങ്ങുന്നുണ്ടായിരുന്നു പറഞ്ഞു. പാടത്തിന്റെ പറ്റ നോക്കിയില്ലേ? ആ അതിനകത്ത് നല്ല അനക്കമുണ്ടെന്ന് വേണസ് പറഞ്ഞു. കാര്യം ഇറക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ ചെളിയിലും വെള്ളത്തിലും മഴയിലും വെയിലിലും എല്ലാം കളിച്ചു വളരുവാണെങ്കിൽ നമ്മളൊരു ചെറിയ മഴ കൊണ്ടാവില്ല, ഒരു വലിയ മഴ കൊണ്ടാലും കുട്ടികൾക്ക് പനിയൊന്നും പിടിക്കത്തില്ല. കാരണം എൻ്റെ 3 മക്കളെ അതേ കണക്കാണ്. നമ്മൾ മഴയാണെങ്കിൽ ഓടി വരും, നമ്മൾ ചില എണ്ണ വെച്ച് കൊടുക്കും. എന്നിട്ട് പോയി മഴയത്തറ കുളി എന്ന് പറഞ്ഞാൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുവാണ്. ഇന്ന് വരെ മഴ കൊണ്ട് എൻ്റെ മക്കൾക്ക് 3 പേർക്കും പനി പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഹാപ്പി അല്ലേ? ആ എന്തുവാ ഞാനെടുക്കാം, അപ്പാപ്പ എടുക്കാം. അപ്പാപ്പ നനഞ്ഞിരിക്കുക. തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ടോ? തെന്നുന്നുണ്ടോ? ആ നോക്കുക. വണ്ടി വരുന്നുണ്ട്. അണ്ണാ എവിടെ പോവാ?
കൂട് വെച്ചിട്ട് എങ്ങനെയുണ്ട്? അന്നം കൂട് വെച്ചിട്ടുണ്ടോ? ഒരു കാര്യം കിട്ടി. എനിക്ക് 3-4 കാര്യം ഉണ്ടായിരുന്നു. കത്ത് ചീഞ്ഞു പോയി, കൂട് താന്നു പോയി. ഒന്നുമില്ല എന്താ? അല്ല, ഞാൻ കുറെ സിലോപ്പി കുഞ്ഞുണ്ടായിരുന്നു. അത് പ്രമോദിന് കൊടുത്ത് കുളത്തിയിടാനായിട്ട്. നമ്മളില്ലെങ്കിൽ അത് പുറത്ത് കളയുമല്ലോ. അത്രേ നമ്മൾ കരക്കുള്ള അങ്ങ് പെറുക്കെടുക്കും, ഒരുമാതിരി മുഴുത്തത്. മതി. ഉപ്പന് കാര്യം ഉണ്ടായിരുന്നു, 5-8 കാര്യം. ആ പുഷ്പമാവനില്ല അവിടെ കൂട് വെക്കണം. പുഷ്പമാവനില്ല അവിടെ കൂട് വെക്കണണ്ട. അവള് ക്യാമറ പിടിച്ച് അവള് നനയുക, നോക്കിക്ക. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ല, നമ്മളെ വേണുമാവന് ഉടക്കുവലയിൽ ഒരു 5-6 കാര്യം കിട്ടിയെന്ന്. ഞാൻ പറയുകയും ചെയ്തു, അങ്ങോട്ട് പോകുമ്പോഴേ മീൻ വെട്ടിയില്ലേ ഞാൻ മീൻ കാണിക്കാം. എന്തേ വേണ്ട, മീൻ വെട്ടു. ഇതേ കാര്യം ഇവര് നമ്മളങ്ങ് കൂട് വെച്ചിരിക്കുന്ന ഇവര് ഇവിടെ ഉടക്കുവരെ വട്ടം ഇട്ടിരിക്കുക. ഇവര് നമ്മളെ കൂട്ടിലൊക്കെ മീൻ കയറുന്നു. ആർക്കാ? കുപ്പാണ്ണ 5-8 കാര്യം കിട്ടിയായിരുന്നു അങ്ങ് കൂട്ടിന്ന്. പോവാ ആ രാവിലെ വിട്ടേക്കുവാ. നമുക്കില്ലേ പുപ്പമാമല്ലേ കൂട് പൊക്കുന്നു. നമുക്കതൊന്ന് കാണണ്ടേ? കാണാം. താര് അപ്പുറത്തെ കൂടെ അണ്ണം പൊക്കിയായിരുന്നു കേട്ടോ. അണ്ണാ അതിനകത്ത് വല്ലതും ഉണ്ടായിരുന്നോ? ഇനിയിപ്പം ഇവിടെ ഒരു കൂടി ഇപ്പുണ്ട്, അതാ നോക്കാൻ തന്നെ. അപ്പൊ ഇവിടെ കാലയിലിരുന്നോ കേട്ടാ. ഒന്നും കണ്ടില്ല. രണ്ട് കാര്യം എന്നാ ഒരു കാര്യം ഉടക്കി കിടപ്പുണ്ട് കയ്യൊക്കെ ഉള്ളില്. ആ അത് തന്നെ. ആ രണ്ട് കാര്യമുള്ളൂ, നമുക്ക് പോയേക്കാം. അതെന്നെ കിട്ടുമോ? നമുക്ക് വറക്കാം. നമുക്കങ്ങനെ ഒരു കാര്യം കൂടെ കിട്ടുകയും കേട്ടോ. മുപ്പാണം തന്നെ കറിയൊക്കെ നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയ വീടാണോ ഒന്ന് നോക്കിയത്. ഇത് നോക്കിക്കും മുറ്റത്തൊക്കെ എൻ്റെ വണ്ടിയെല്ലാം തിരക്കകത്ത്. ഇതെൻ്റെ വാടക വീടാ കേട്ടോ. അത്രയും പരുവ് അപ്പുറത്ത് മിറ്റത്തുമല്ല. ഇതിൽ കൂടുതൽ വെള്ളമായിരിക്കും നമ്മുടെ പടിഞ്ഞാറ് സൈഡിൽ കേട്ടോ. ഇത് നോക്കിയാൽ വണ്ടി എല്ലാം വെള്ളത്തിൽ തുറന്നാ തൂമ്പോ അങ്ക് വെള്ളം വെക്കോളൂ. ഇത് വേണ്ട, മൊത്തവും വെള്ളം കേട്ടാ. അല്ല നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഞ്ഞി കുടിക്കാനുള്ള അവസരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൊത്തവും വെള്ളം. ഇത് കണ്ടോ ഞങ്ങളുടെ കോളനിയുടെ അവസ്ഥ ചെയ്താ കേട്ടാ. കണ്ടും മഴ അടിച്ചപ്പം തന്നെ അത് മൊത്തം നോക്കിയേ. അത് കണ്ടോ ഇതിലെ പെരക്കകത്ത് വരെ വെള്ളം.
ഇത് നമ്മളെ പിടിച്ചേ 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 സജിയണ്ണോ ഇല്ലേ കട്ടില് പൊക്കി വെക്കണോ കട്ടിലെല്ലാം ദേ വെള്ളത്തില്ല ദേ പേരക്കകത്തെല്ലാം വെള്ളം ഇവിടെ പേരക്കകത്ത് വെള്ളം അവിടെ കയറിയാ ഇത് കണ്ടോ ഇനി വന്നേ പേരക്കകത്തെല്ലാം വെള്ളമാ പിന്നെ അതെ ഈ എടാ ഇഷ്ടിക ഉണ്ടോ കുഞ്ഞമ്മ ചേച്ചി എടാ ഈ കട്ടിലൊന്ന് പൊക്കി വെക്കാടാ ശ്രീമാരെ ഇനി വന്നേ എടാ ഇഷ്ടിക ഉണ്ടോ പൊന്നിച്ചാ നമ്മളപ്പുറം ഒരു 4 ഇഷ്ടിക ഉണ്ടോ 4 ഇഷ്ടിക വെച്ചാൽ എടാ ഈ മേളിൽ കെട്ടിയിടാൻ പറ്റുവാടാ ശ്രീകുമാരെ അല്ല അങ്ങോട്ട് വെക്കാമല്ലോ നമുക്ക് അങ്ങോട്ട് വെക്കാം ബാ എഴുതണ്ട മൊത്തമുണ്ട് ഇത് നോക്കിക്കേ ഒരു മഴ പെയ്തപ്പോ ഇനി 5-6 ദിവസം അടുപ്പിച്ച് മഴയാന്ന് പറഞ്ഞു മഴയാകുമ്പോ എന്തുവാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ഈ ഫാൻ 2 എണ്ണം ഒന്ന് മാറ്റിക്കൊട്ടാ എന്നല്ല അല്ല ഇവിടോട്ട് നമുക്ക് തൽക്കാലമേ നമുക്ക് ചരിച്ചങ്ങോട്ട് വെക്കാം ഇത് ഇതിന്റെ കാല് നനഞ്ഞത് പോകണ്ട ആ അവിടെ ഇടാം ഈ ഫാനൊന്ന് മാറ്റിയാൽ മതി ഫാൻ ഇതിനകത്ത് വെള്ളം കയറി ഒന്ന് വിളിക്കണ്ടായിരുന്നോ ആണോ എടാ പിടിവിടാ 3 പിടി 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 പിന്നെ അത് കയറും ഇത് ആ മേളിലെ ഫ്ലൈ കുട്ടൊന്ന് തുടച്ചേക്കണേ അതിൻ്റെ അകത്ത് വെള്ളമായി കേട്ടാ ഇത് ആ ഫ്ലൈ കുട്ടേ കട്ടിലിൻ്റെ മേളിലേ അല്ല പയ്യ പാടാ ഇവിടെ ഒരു ഫാൻ അല്ല ഇപ്പം തൽക്കാലം ഇങ്ങോട്ട് ചാരി ഇങ്ങനെ വെച്ചാൽ മതിയാ അതിൻ്റെ സജ്ജീകരണം വേണ്ടി വേണമെങ്കിൽ എവിടെ ഇടുമെന്ന് അങ്ങോട്ട് ചേർത്ത് വേടാ മതിയല്ലോ ഇത് നോക്കിക്കേ വരക്കകത്ത് കയറാൻ വലിയ ഇതൊന്നുമില്ല ഇത് ഇതുണ്ട് ഞങ്ങളെ പുള്ളിയുടെ ഒരു അവസ്ഥ ചെയ്താ ആ മുറി കയറി അല്ലേ ഇത് കണ്ടോ ഈ മുറിയിലും കയറിയിരിക്കുക വെള്ളം ഞങ്ങളിപ്പോൾ ഉള്ള വീടിൻ്റെ ഒക്കെ ഈ കട്ടളയൊക്കെ പെട്ടെന്ന് പോകണം ഇങ്ങനെ ഈ വെള്ളം കയറി അത് പ്രളയം വന്നപ്പോൾ നമുക്ക് ഇവിടം വരെ ഉണ്ടായിരുന്നു വെള്ളം അല്ലേ ഇത്ര ഹൈറ്റ് വെള്ളമായിരുന്നു കേട്ടോ പ്രളയത്തിന് ഇത്ര ഹൈറ്റ് വെള്ളമായിരുന്നു നോക്കിയ തിരക്കകത്തെല്ലാം വെള്ളം ബാലാണ വെള്ളമാണല്ലോ മൊത്തവും വെള്ളമായല്ലോ ഗോണ ഓ അപ്പാപ്പിയുടെ വീട് ഇതാ കേട്ടോ നമ്മുടെ വീട് ഇതാണ് നമ്മളെ മുറ്റം പിന്നെ ആ പഴയ പെര വിളിച്ചപ്പോൾ എല്ലാം ഫ്രണ്ടോട്ട് ഇട്ട കാരണം നമ്മുടെ മുറ്റത്ത് വെള്ളം ഇല്ലെന്നേ ഉള്ളു പക്ഷെ നമ്മുടെ ഇവിടെ കണ്ട നോക്കിയത് നമ്മളെ പൈപ്പ് വരെ വെള്ളത്തിനടിക്കുക എങ്ങനെയുണ്ട് നമ്മുടെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് 2 വാക്ക് ആ വീട്ടിൽ വെള്ളം അതിന്റെ വെളിയിൽ ഇറക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എല്ലാ തന്തയും തള്ളയന്മാരും പിന്നെ നിന്നെ അഴിച്ചു വിടണോ വെള്ളത്തിറങ്ങേണ്ട കാര്യമില്ലല്ലോ ആ അവള് ഇന്നലെ പറഞ്ഞു നമ്മൾ ഇതേപോലെ വെള്ളം കയറി കിടക്കുന്ന സമയത്താണ് കേട്ടോ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം വല്ല പാമ്പ് പഴുതാര ഇതൊക്കെ ഉള്ളത് പൊക്കത്തോട്ട് അല്ല പെരക്കകത്തോട്ടൊക്കെ കയറാൻ സാധ്യതയുണ്ട് അല്ലേ അണ്ണാ കാരണം ഈ പാടത്തും പറമ്പിലൊക്കെ ഇരിക്കുന്ന പാമ്പുകൾ എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതുങ്ങൾക്ക് തങ്ങാൻ സ്ഥലമില്ല കാരണം മൊത്തം വെള്ളം കയറി പൊങ്ങി ഒരാൾ വീട് മുങ്ങിപ്പൊങ്ങിയപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് വരുന്നത് ഇപ്പം എഴുന്നേറ്റായിരുന്നു വീട് മുങ്ങി അപ്പോഴാ